ഹലോ, ഇന്ന് ഞാൻ വന്നത് ഒരു ബേബി പില്ലോൻ്റെ ഒരു മേക്കിങ്ങും ആയിട്ടാണ് വന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഏതാണ് പില്ലോസ് എന്നുള്ളത്. ക്ലൗഡിൻ്റെ പില്ലോ ആണ്. ഞാനിതാ ഇതുപോലത്തെ ഒരു ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലൗഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വരച്ചെടുക്കാം. അതിനൊരു പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലല്ലോ. നമുക്ക് എന്താ പറയുക, ഇങ്ങനെ വേണേൽ വരച്ചെടുക്കാം. ഇനി അതെല്ലാം ഞാൻ വരച്ച ആ ഒരു ഷേപ്പിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും വരച്ചെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഏത് ഷേപ്പിൽ വരച്ചാലും ഭംഗിയാണ്. എനിക്ക് കസ്റ്റമർ ഓർഡേഴ്സ് വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഷേപ്പിൽ ആണ് ചെയ്തെടുക്കാറ്. ഈ ഒരു ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചിങ്ങനെ വെച്ചാൽ അവിടെ നിൽക്കും. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് ഈ ഒരു ക്ലോത്താണ്. ഈ ക്ലോത്തിലാണ് ചെയ്യുന്നത്. നമ്മൾ നേരെ ഒരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ ഏത് ക്ലോത്തിലാണോ ചെയ്യുന്നത് ആ ക്ലോത്തിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ വീണ്ടും ഞാൻ രണ്ടാമത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു വീഡിയോസ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എഡിറ്റ് ചെയ്യാൻ നേരത്തെ എൻ്റെ വീഡിയോസ് മിസ്സായി, ഈ ഒരു ഭാഗം മാത്രം. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു ക്ലോത്തിലാണ് ഞാൻ പില്ലോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റിലും ഞാനിത് ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട്, നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഭാഗം തന്നെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക. ഇവിടാണ് ഞാനിതാ ഒരു ഓപ്പൺ കൊടുത്തത്. ഈ ഭാഗം തന്നെ നിങ്ങൾ ഒരു ഗ്യാപ്പ് കൊടുക്കാൻ നോക്കട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പില്ലോസ് ഇങ്ങനെയാണ് വെക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് ഈ ഒരു അടിഭാഗത്ത് പോകുമ്പോൾ സ്റ്റിച്ചിങ് കാണില്ല. അപ്പോൾ ഈ ഭാഗം വെച്ച് തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതുപോലെ ഇങ്ങനെ അധികം നമ്മൾ എന്താ പറയുക, സ്റ്റിച്ച് കൊടുക്കുമ്പം ഓവറായിട്ട് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കാതെ, സ്റ്റിച്ച് ചെയ്യാതെ ഉള്ളിലേക്ക് കൊടുക്കാതിരിക്കുക. അങ്ങനെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഷേപ്പ് എന്താ പറയുക, ഇതിൻ്റെ ഷേപ്പ് മൊത്തം പോകും. നമ്മൾ കൂടുതലും ഉള്ളോട്ടേക്ക് കയറ്റി അടിക്കുമ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ മൊത്തം നമ്മൾ പോകും. പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഷേപ്പ് കിട്ടുന്നില്ല, നമ്മൾ കട്ട് ചെയ്ത സെയിം ഷേപ്പല്ല ഉള്ളത്. അപ്പോൾ മെയിൻ കാരണം എന്ന് പറഞ്ഞത് നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ എന്താ പറയുക ഉള്ളിലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ പോകും, ആകെ ഷേപ്പ് പോകും. അപ്പം നമ്മൾ മാക്സിമം ഇതിൻ്റെ കൂടുതൽ സ്റ്റിച്ചിങ് ഇടാണ്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ ഈ എഡ്ജൊക്കെ വരുന്നുണ്ടല്ലോ, ഈ ഭാഗമൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് കൊള്ളാണ്ട് കട്ട് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഷേപ്പിൽ കിട്ടും. സ്റ്റിച്ച് കൊള്ളാതെ വേണം കട്ട് ചെയ്യാൻ. നമുക്കിത് മറിച്ചിടാം. ഇതിൽ നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പലതും ചെയ്യട്ടോ. ഇതിന് 2 ചെവി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതേപോലെ അല്ലെങ്കിൽ ഹൈസ് നോസ് അങ്ങനെ ചെയ്ത് കൊടുക്കാം. എങ്ങനെ ചെയ്താലും ഭംഗിയാണ്. ഇതിപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എഡ്ജൊക്കെ നല്ല കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കട്ടോ. കുറച്ചും കൂടെ പില്ലോസ് നമുക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. നമ്മൾ ഇതിപ്പോൾ ഞാൻ മറിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഇതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും.
ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പിന്നെ കമൻറ്റ് പറഞ്ഞു അത് ഷേപ്പ് കിട്ടുന്നില്ല, ഇതുപോലെ ഷേപ്പായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. ഇതിൽ ഞാൻ ഫോം ചെയ്തുതരാം. ഫോം ഞാൻ ഇതിൻ്റെ മുന്നേ തൊട്ടടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഏത് ഫോമാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാ ഫോം എന്നുള്ളത് കാണാൻ പറ്റും. പക്ഷേ ഇതിൽ ഞാൻ കാണിക്കില്ല, ഞാൻ ഫില്ല് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ ഇതാ ഇപ്പോൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഐസ് നോസൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടെ ഭംഗിയാക്കാം, ബോ വെച്ചിട്ട് ഭംഗി ചെയ്യാം. ഞാനിതാ ഇതുപോലെ ഒരു ബോ ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു ത്രെഡാണ്, ത്രെഡ് കൊണ്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ബോ കൊടുത്തിട്ട് നമുക്കിത് ഭംഗിയാക്കി എടുക്കട്ടോ. ഇവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഭംഗി ചെയ്യാം. ഇവിടെയോ ഇവിടെ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും. എനിക്ക് കുറച്ചും കൂടെ ഇതുപോലെ ചെയ്യാം. ബ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട്